തണുപ്പുണ്ട് മോനെ. ഇതാണോ മാംഗോ? അവിടെ ഇതിനും തണുപ്പാട്ടോ. ഇറ്റ്സ് ലൈക്ക് സം പാതി ചെന്നടം പാതാളം. ഇനി പോയിട്ട് വല്ല പണിയെടുക്കട്ടെ ഞാൻ. അതെ, രാവിലെ ആ അലാം അടിച്ചതിൻ്റെ ആ വിഷമാണ് കേട്ടോ ഇപ്പോൾ കേട്ടത്. ബട്ട് സാരമില്ല, അലാം ക്ലോക്ക് കണ്ടുപിടിച്ച ആരാണോ അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങാം. ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. കൊടും തണുപ്പത്തുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. തണുത്ത വെള്ളമാണ്. ഒന്ന് വെയിറ്റ് ചെയ്തു ഒന്ന് ചൂടാവാൻ. വേഗം പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി റെഡി ആവുകയാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് അവരെൻ്റെ ഉറക്കക്ഷീണം അറിയാതിരിക്കാൻ ആദ്യം തന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്യണേ. ടോണർ ഇട്ടിട്ടുണ്ട്. ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ കയറി ഈ മിനുക്കപ്പണി ചെയ്യണേൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ബട്ട് എന്നാലും നമുക്ക് ഓഫീസിൽ പോകണ്ടല്ലേ, അവിടെ എല്ലാവരും ചെത്തിയിട്ടാണ് വരിക. കുറച്ച് സെറമൊക്കെ നമുക്ക് തേക്കാം. വിൻ്ററാണ്, സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആൻഡ് ഹൊറബിൾ കണ്ടീഷനിലാവുന്നുണ്ട്. സോ എക്സ്ട്രാ സ്കിൻ കെയർ പ്രെപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു നെസസിറ്റിയായി മാറിയിരിക്കുക കേട്ടോ. കുറച്ച് നയസിനമായിട്ടുള്ള വൈറ്റമിൻ സി സിറമാണ് കേട്ടോ ഇനി തേക്കണത്. ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി സ്കിൻ കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് വെദർ. നമുക്ക് ഇപ്പം നോക്കിയാൽ വയസ്സാവുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ സ്കിന്ന് കുറച്ച് ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നല്ലോണം മോയ്സ്ചറൈസർ വേണം കേട്ടോ. ഓലയുടെ മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണേ. കുറച്ചും കൂടെ തിക്കറാണത്. അപ്പോൾ വിൻ്ററിൽ ഡ്രൈ സ്കിൻ ഫേസ് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെയൊക്കെ തേച്ചാൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ നല്ല ഓയിലി സ്കിന്നായിരുന്നു ഓസ്ട്രേലിയയിൽ വരെയും. ഇപ്പോഴാണ് ഇങ്ങനെ ഡ്രൈ ആയി മാറിയത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ വാർപ്പ് പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് പണിയും കുറച്ച് എനിക്ക് തേക്കലും പണികളൊക്കെ അങ്ങോട്ട് ചെയ്യാം. എസ്റ്റീ ലോഡറാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറ്. അത് ഏത് സീസണിലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇറ്റ്സ് വെരി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് കുറച്ച് മതി നമ്മുടെ പുട്ടിയിടാൻ വേണ്ടിയിട്ട്. നല്ല എഫക്റ്റീവാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ നമുക്ക് പെയിൻറ്റ് പണിയിലോട്ട് കിടക്കാം. ഇതൊക്കെ ഒന്ന് ചെയ്ത് ബേസൊക്കെ ഒന്ന് റെഡിയാക്കി എന്നിട്ട് ഞാൻ എൻ്റെ ക്ഷീണം അഗൈൻ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടികളാണ് ഇതൊക്കെ. പിക്സിയുടെ ഒരു ബ്ലഷ്, ചെറുതായിട്ടുള്ള ഒരു കണ്ണിൻ്റെ മുകളിലും കവളത്ത് ഇടാൻ പറ്റിയ ബ്ലഷ്. ആൻഡ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ കുമ്മായം കൂടെ തേച്ചാൽ വീട് പണി തീർന്നു. കണ്ണിൽ ക്ഷീണം മാറ്റാനാണ് കേട്ടോ ചെറിയൊരു ഐലൈനർ, കുറച്ച് വാസ്ലിൻ ഓൺ മൈ ലിപ്സ്, പിന്നെ ഒരു ഇത്തിരി ലിപ്സ്റ്റിക്കും ഹുഡ ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്പ് ലൈനറും. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞു. ഇനി മുടി മാടി നമ്മുടെ വിൻ്റർ ക്ലോത്ത്സൊക്കെ ഇട്ടിട്ടുണ്ട്, റെഡിയായി. ഇനി നമുക്ക് താഴോട്ട് പോവാം. കുട്ടികൾക്ക് സ്കൂളും ഡേ കെയറൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊന്നും നീട്ടിട്ടില്ല. ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്. ഞാനിവരുടെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ സുനിലിൽ വരെ പതുക്കെ കൊണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പിള്ളേരുടെയും സാധനങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് ബാഗ്സൊക്കെ റെഡിയാക്കി. ഇനി വേണം എനിക്കൊരു ചൂട് കാപ്പി കുടിക്കാൻ. ഓസ്ട്രേലിയ ഒരു കോഫി കൺട്രിയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് കോഫി എന്ന് വെച്ചാൽ പ്രാന്താണ്. ആൻഡ് ഇവൻച്വലി ഞാൻ പോലും അറിയാതെ ഞാനും അങ്ങനെ ആയി മാറിയിരിക്കണു. ആ കപ്പിൻ്റെ സൈസ് കണ്ടോ? പണ്ടൊക്കെ ചെറിയ കപ്പിൽ കാപ്പി ചായയൊക്കെ കുടിച്ചിരുന്ന ഞാനാ. ഇപ്പോൾ ഇതുപോലെ എൻ്റെ മുഖത്തിൻ്റെ അത്ര സൈസുള്ള മഗ്ഗിലാണ് കേട്ടോ കുടിക്കണേ. രാവിലെ എൻ്റെ മെസ്സേജസ്, ഇൻസ്റ്റഗ്രാം ഫീഡ്, ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജ്, അതുമാതിരി യൂട്യൂബിൽ വരുന്ന മെസ്സേജ്, അതിനൊക്കെയുള്ള റെസ്പോൺസൊക്കെ ചെയ്യണ എൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അത് രാത്രിയാന്ന് തോന്നും, ബട്ട് ഏർലി മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പോകണത് എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ പോയാൽ നേരത്തെ തിരിച്ചിങ്ങോട്ട് വരാം. അങ്ങനെ കുറേ ഫ്ലെക്സിബിലിറ്റിയുള്ള ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ എൻ്റെ ഓഫീസിൽ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകേണ്ടി വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ തോന്നുക. ഞാൻ മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോമാണ്, ബട്ട് ഇന്ന് ഓഫീസിൽ പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ലോഡ് സാധനങ്ങൾ കയറ്റാണ്ട് തെർമൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു മാസിവ് വിൻ്റർ ജാക്കറ്റ് എനിക്ക് വേണം. പിന്നെ എൻ്റെ സ്ഥിരം ഓരോ ഐറ്റംസ് ഞാൻ ഈ കൊല്ലം ഇറക്കിയിരിക്കുന്നു. എൻ്റെ ഗ്ലവ്സ്, പിന്നെ ബീനി, എല്ലാ സാധനങ്ങളും ഇനി വേണം കേട്ടോ. ഇതൊന്നും ഇല്ലാണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല.
ഗരാജ് തുറന്നിട്ട് പതുക്കെ ഞാൻ പുറത്ത് നോക്കിയപ്പോഴാണ് നല്ല കിടില മഞ്ഞും തണുപ്പൂട്ടോ ഒന്ന്. ഈ ഇറങ്ങണ സമയത്ത് 5 degrees ആയിരുന്നു. ഞാൻ ഇൻഫാക്ട് വിൻ്റർ തുടങ്ങിയിട്ടുള്ളൂ. ജൂലൈ ഓഗസ്റ്റ് ഒക്കെ എനിക്ക് കിടക്കണു കേട്ടോ. പതുക്കെ ബാഗും ലാപ്ടോപ്പ് സാധനങ്ങളും ഒക്കെ കൂടെ വണ്ടിയിൽ കയറ്റി. ഇനി ഞാൻ പതുക്കെ വണ്ടിയിൽ കയറട്ടെ. സോ ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യാനുള്ള വെച്ചാൽ ബിഫോർ ലീവിങ് ഞാൻ മറക്കണ ഒരു സാധനമാണ്, ബട്ട് ഷൂസ് മാറ്റണം. ബൂട്ട്സാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു വെതറിൽ. നമ്മുടെ കാല് വാമായിരിക്കും ചെയ്യും, സ്ലിപ്പാവില്ല, മഴയും മഞ്ഞൊക്കെ കൊണ്ടാലും ഡേർട്ടി ആവില്ല. ഒക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ വണ്ടിയിലോട്ട് കയറാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഒരു സിഡ്നി മലയാളി. പ്ലീസ് കീപ്പ് വാച്ചിങ്. വിൻ്ററിൽ തണുത്ത് കോച്ചിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ കീപ്പ് വാച്ചിങ്. പോവാം നമുക്ക്. ഓഫീസിലേക്കാണ് കേട്ടോ ഇനി പോകേണ്ടത്. ഇപ്പോഴാണ് വായ തുറക്കാൻ പറ്റിയത്. ചെറുത് കിടന്ന് ഉറങ്ങായിരുന്നല്ലോ വീട്ടിൽ. എന്നെ എല്ലാവരും ഇപ്പോഴും ഉറക്കാം. ആക്ച്വലി ഞാൻ രാവിലെ പോവും, ബിക്കോസ് അന്ന് എനിക്ക് നേരത്തെ ഇറങ്ങും ചെയ്യാമല്ലോ. പക്ഷേ ഒടുക്കത്തെ തണുപ്പ്. സിറ്റമേ സിറ്റിയിലാണെങ്കിൽ ഇതിനെ കൊണ്ട് തണുപ്പ്. എൻ്റെ ഓഫീസ് സിറ്റിയിലാണ്, ബാരിംഗുരു എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഇതിനും തണുപ്പാട്ടോ. ഇറ്റ്സ് ലൈക്ക് സം പാതി ചെന്നടം പാതാളം ദാറ്റ് അവസ്ഥ. ഞാൻ ഈ ഗ്ലവ്സ് ഇട്ട് ഓടിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല, നോക്കട്ടെ. ആക്ച്വലി സ്റ്റിയറിങ് വലിയ പ്രശ്നമില്ല. ഞാൻ പുതിയ സ്റ്റിയറിങ്ങിൻ്റെ കവർ വാങ്ങിയിരുന്നു. ദിസ് വൺ ഇസ് എ ബിറ്റ് ലൈക്ക് ചൂട് നിൽക്കണ ടൈപ്പ്. എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എൻ്റെ അമ്മേ. ഞാനീ പതുക്കെ വണ്ടി ഓടിച്ച് എനിക്ക് തണുപ്പ് തുടങ്ങിയ മൂക്കുന്നും കണ്ണുന്നൊക്കെ വെള്ളം വരും. കണ്ടാൽ തോന്നുന്നു എനിക്ക് കോൾഡ് ഉണ്ട്, ഫ്ലൂ ഉണ്ട്. എന്നിട്ട് എനിക്ക് അങ്ങനെയല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് തണുപ്പ് സഹിക്കാറ്റാണ്ടേ. ഞാനവിടെ പോയി പാർക്ക് ചെയ്യട്ടെ കേട്ടോ. ഐ ഹോപ്പ് അവിടെ മെട്രോൻ്റെ അവിടെ പാർക്കിംഗ് കിട്ടാണ്ടായിരുന്നു അടുത്ത്. അതുകൊണ്ട് വിചാരിച്ചിട്ടായിരുന്നു വേഗം നേരത്തെ ഇറങ്ങണം കേട്ടോ. ബിക്കോസ് പാർക്കിംഗ് കൂടെ കിട്ടണ്ടേ ഭഗവാനെ. പാർക്കിംഗ് കൂടെ കിട്ടണ്ടേന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വേഗം പോയി പാർക്ക് ചെയ്യും. എത്രയും കുറവ് നടക്കാൻ പറ്റണോ അത്രയും എനിക്ക് നല്ലത്. പിള്ളേരും സുനിലും എല്ലാവരും ഉറങ്ങാം കേട്ടോ. ഗരാജ് നടക്കട്ടെ. എല്ലാവരും ഉറങ്ങാണ്. അറ്റ്ലീസ്റ്റ് കുറച്ച് വെളിച്ചുണ്ട്, ബട്ട് റിയലി ഫോഗി കേട്ടോ. വെരി വെരി ഫോഗി. ഇന്നലെയൊക്കെ സിഡ്നിയിൽ ഹാർബർ ബ്രിഡ്ജും ഓപ്പറ ഹൗസ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഫോഗിയായിരുന്നു. ഇവിടെ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ഫോഗി ഡേ. മഞ്ഞാണേ, അപ്പോൾ അത് തലയിൽ തട്ടി വല്ല അസുഖം പിടിക്കും. അതായത് ഈ തൊപ്പിയും ബാണ്ടക്കെട്ടും പെട്ടിയും കിടക്കാൻ എടുത്തിട്ട് ഇറങ്ങണേ. ചലോ പോട്ടെ. തണുപ്പത്ത് ഞാൻ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. രാവിലെ ആയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് സൺലൈറ്റൊക്കെ ഇതാ പതുക്കെ വന്നു തുടങ്ങണു. എന്നാലും ഈ ഒരു മഞ്ഞൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകുമ്പോൾ വലിയ രസമൊന്നുമില്ല കേട്ടോ. വണ്ടിക്കകത്ത് നമുക്ക് ഹീറ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കാം ഓഫ്കോഴ്സ്. ബട്ട് എന്തോ മനസ്സിന് എനിക്ക് എപ്പോഴും വിൻ്റർ ഇസ് എ വെരി ഹൊറബിൾ ടൈം ഫോർ മീ. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, ഫിസിക്കലി ഞാൻ കംഫർട്ടബിൾ അല്ല. എന്നെ പോലെ കുറേ പ്രാന്തന്മാരുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ രാവിലെ നേരത്തെ എന്നിട്ട് ഓഫീസിലും ഒക്കെ പോണ കുറേ ആൾക്കാരുണ്ട്. ഒരു വിധത്തിൽ പാർക്കിംഗ് കിട്ടി കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കിട്ടി. അടക്കൽ ഇച്ചിരി ഇങ്ങനെ ഒന്ന് കുറവാണ്. എനിക്ക് ഈ കെലിവൽ പാർക്കിങ്ങിൽ മേളത്തെ ലെവൽസിലൊക്കെ പാർക്ക് ചെയ്യുക വെച്ചാൽ ഒന്നാമത് കിട്ടുമോ അറിയില്ല. നമ്മൾ വണ്ടി അവിടെ ഇവിടേക്കൊക്കെ കറക്കി വെക്കണം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മൾ കുറേ നടക്കും കൂടെ വേണമല്ലോ. എൻ്റെ അമ്മേ ഇവിടെ എത്തിയപ്പോൾ 10 degrees കാണിക്കണേ. സോ വീട്ടിലേക്കാട്ടും കുറച്ചും കൂടെ വാർമറാണ് തോന്നുന്നു. ബട്ട് ഗ്ലവ്സ് വേണം. മേ ബി എനിക്ക് ബീനി സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ബീനി ഇവിടെ ഇരുന്നോട്ടെ. ബീനി കുട്ടി ഗ്ലവ്സ് ഒക്കെ ഇട്ട് ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. കുറേ ഉണ്ട് സാധനങ്ങൾ എനിക്ക് പൊക്കാനും. എനിക്ക് മടിയായിട്ട് വയ്യ. ഫുള്ളായിട്ടോ പാർക്കിംഗ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ. എനിക്ക് ആ അറ്റത്താണ് പാർക്കിംഗ് കിട്ടിയത്. പക്ഷേ ഇത്രയും ഫുള്ളായി. രാവിലെ 7 കാലമായിട്ടുള്ളൂ, എന്നിട്ട് ഇവിടെ ഫുള്ളായിട്ടോ. മെട്രോയിൽ ആൾക്കാർക്ക് കൺവീനിയൻസും കൂടെ കാരണമാണ്. സുഖമാണല്ലോ, മെട്രോ സിറ്റി പോകാനും ഒക്കെ വളരെ എളുപ്പമാണ്. സോ അതും കൂടെ കരുതിയിട്ടാണ് ആൾക്കാർ. ഐ തിങ്ക് കുറേ സബർബ്സിൽ വേറെ മെട്രോ ഇല്ല, ട്രെയിൻ സ്റ്റേഷനാണെന്നുണ്ടെങ്കിലും കുറേ പേര് മെട്രോ പ്രിഫർ ചെയ്യണത് അതുകൊണ്ടാണ് കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് എ ലോട്ട് കൺവീനിയൻറ്റ് സിറ്റിയിൽ പോകാനും ഒക്കെ. തണുപ്പുണ്ട് മോനെ. എനിക്ക് വായൊക്കെ കോച്ചണം. എനിക്ക് എൻ്റെ ജോക്ക് ആകെ എന്തോ മാതിരിയാവും ഈ തണുപ്പടിച്ചിട്ടേ. നാവൊക്കെ എന്തോ മാതിരി. എനിക്ക് പറ്റാത്തൊരു വെതറാണ് കേട്ടോ. ആക്ച്വലി ബീനി എടുക്കാമായിരുന്നു. 10 degree ആണെങ്കിൽ ഇറ്റ് ഫീൽസ് ലോവർ ദൻ 10. 10 ഒക്കെ എന്നെ കൊണ്ട് പിന്നെയും സഹിക്കാം ഇൻ ദ സെൻസ് ചത്തുപോവാതെ സഹിക്കാം. അങ്ങനെ ആ ലെവലാണ്. പക്ഷെ അതൊക്കെ എനിക്ക് എപ്പോഴും തണുക്കണോ. എൻ്റെ അമ്മേ ടു കോൾഡ്. ചുമയും വയ്യായും
ഫുൾ പ്രാരാബ്ദ ലുക്കും. അതുകൊണ്ടില്ലേ ഇത്ര എനിക്ക് നടക്കണ്ടു. തന്നെയാണ് മെട്രോ സ്റ്റേഷനോ. എന്നിട്ടാണ് ഈ തണുപ്പ് കാരണം പറ്റണില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഇത് കണ്ടൊരു ഗിഫ്റ്റ് ബാഗും കൂടി ഉണ്ട്. ഇതെന്താച്ചാ ഇന്നെൻ്റെ ഫ്രണ്ട് ജോർജിയ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. പണ്ടേ മുതൽ എനിക്ക് അറിയണേ കേട്ടോ. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 9 years എന്തോ ആയി. ഷീ എ വെരി ലവ്ലി ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 10 years ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ ഓസ്ട്രേലിയയിലുള്ള സംഭവമാണ് ലോങ് സർവീസ് ലീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. എക്സ്ട്രാ ലീവൊക്കെ കിട്ടണ ഒരു ബെനിഫിറ്റാണ്. 10 years നമ്മൾ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്താൽ കിട്ടണ ബെനിഫിറ്റാണ്. അപ്പോൾ 10 years സെലിബ്രേഷനും കൂടി ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. ഇറ്റ്സ് ലൈക്ക് എ ഫുൾ കിടിലം ഒരു ലഞ്ചൊക്കെ. ഇന്ന് പുക പോകണു കാണാണ്ടോ? പെട്ടെന്ന് വിചാരിക്കുന്നത് എന്താ പോകാം തണുപ്പിൻ്റെ കേട്ടോ. അപ്പോൾ ലഞ്ചുണ്ട്. അപ്പോൾ അതിനും കൂടെ കരുതിയിട്ടാട്ടോ മെയിൻലി അതിന് വേണ്ടിയിട്ടാണ് ഓഫീസ് പോകണത് തന്നെ. അവളൊരു മാസം മുന്നേ അവളെ ബുക്ക് ചെയ്ത് വെച്ചതാണ്. ഹർ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്യാം. അലോങ് വിത്ത് ടീം എന്തായാലും വരും. കമ്പനി ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഹർ വെരി ക്ലോസ് സർക്കിളിൽ നമ്മളൊരു 3-4 പേരുണ്ട്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് പോണത്. ഇന്ന് ആക്ച്വലി ഓഫീസിൽ പോകുന്നൊരു ദിവസമല്ല. സാനുവിനൊക്കെ ഞാൻ ആഫ്റ്റർ സ്കൂൾ കെയറിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കണേ. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി വാങ്ങിയൊരു ഗിഫ്റ്റാണ് അത്. വീക്കെൻഡിൽ പോയിട്ട് വാങ്ങിയിരുന്നു. അതും പൊക്കിയിട്ടാട്ടോ. എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ബാഗും ഉണ്ട്. ഞാൻ വർത്താനം പറഞ്ഞ് പതുക്കെ നടന്ന് എൻ്റെ ട്രെയിൻ ഇത് പോയിട്ടോ. അത് കുഴപ്പമില്ല. അത് അടുത്തത് ഇനി 4 minutes തന്നെ വരും കേട്ടോ. 4 minutes ഉണ്ട്. അത് കണ്ടല്ലേ ഡിസ്പ്ലേ ഇങ്ങനെ കാണാം. ഇനി അടുത്ത 4 minutes വരും വണ്ടി. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ ഗ്ലൗസ് ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഓരോ സമയത്ത് ഇത് എടുക്കണം. അപ്പോൾ എനിക്ക് പോക്കറ്റിനകത്തായിരുന്നു എൻ്റെ ഓപ്പിൾ കാർഡ് സ്കാൻ ചെയ്യേണ്ട ടിക്കറ്റിന്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈയൊക്കെ വിറങ്ങലിക്കുക. അപ്പോൾ ഗ്ലൗസ് ഊരണം. അപ്പോൾ ഇത് ഇടുക എന്ത് ശല്യം അറിയോ തണുപ്പ് കാലത്ത്. മെട്രോ നമ്മളെ ചതിക്കാറില്ല. എപ്പോഴും ഓൺ ടൈമാണ് കേട്ടോ. അധികം തണുപ്പ് സഹിക്കേണ്ടി വന്നില്ല. വേഗം സംഭവം എത്തി. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറുക. അതിനകത്ത് നല്ല വാമാക്കി വെച്ചിട്ടുണ്ടാവേ. കോവിഡൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു പേടി സീസണൊക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ഞാനിപ്പോഴും മാസ്കൊക്കെ ഇടും കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളല്ലേ വീട്ടിൽ. ഐ ഡോണ്ട് വാണ്ട് ടു സ്പ്രെഡ് ജേംസ്. നമ്മളവിടെ കെലിവിൽ നിന്ന് സ്കാൻ ചെയ്തില്ലേ ഓപ്പിൾ കാർഡ്. ഇവിടെ ഞാൻ ഇറങ്ങുമ്പോഴും അത് സ്കാൻ ചെയ്യണം. ബാരംഗ്രൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താട്ടോ എൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ മെട്രോ സ്റ്റോപ്പ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കണേ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾ സിഡ്നി വിസിറ്റ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബാരംഗ്രൂ സെക്ഷൻ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇറ്റ്സ് റിയലി ലവ്ലി. കണക്ടിവിറ്റിയും ഉണ്ട്. മെട്രോ സ്റ്റേഷനാണ് ഉള്ളത്. ആൻഡ് ബസ്സും കിട്ടും കേട്ടോ അവിടത്തേക്ക്. സോ ഡെഫിനറ്റ്ലി കം വിസിറ്റ് ദിസ് പാർട്ട്. ബാരംഗ്രൂ കേട്ടോ. അതാണ് ഇത് കണ്ടോ പേര്. ഇറ്റ്സ് ആൻ അബറിജിനൽ നെയിം. ഇവിടെ സിഡ്നിയിൽ വിവിഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതായത് തണുപ്പ് കാലത്തൊക്കെ ടു എൻകറേജ് മോർ പീപ്പിൾ ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ഹൗസ്, പുറത്തൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ഇവൻറ്റ് ഒക്കെ ഉള്ള ഒരു ഫെസ്റ്റിവലാണ് വിവിഡ്. അപ്പോൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കേട്ടോ സിഡ്നിയിൽ. ബിൽഡിങ്സൊക്കെ ഇങ്ങനെ കാഴ്ച കണ്ട് ഞാൻ നടക്കുമ്പോഴാണ് ശ്രദ്ധിച്ച് ആ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ടീം അവിടെ ആ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ആലോചിക്കായിരുന്നു ഇവരുടെയൊക്കെ ആ ജോബിൻ്റെ ആ ഒരു റിസ്ക്കേ. എന്ത് പേടിയാവുണ്ടാവില്ല എത്ര മുകളിൽ ഹൈറ്റിലൊക്കെ ആ വിൻഡോസൊക്കെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്യാൻ. എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കൊന്ന് നിവർന്നത് എൻ്റെ നടുട്ടോ. തണുത്ത കാറ്റിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ശ്വസിച്ചിട്ട് നടക്കുമ്പോഴേ ലൈക്ക് വായലിക്കൊക്കെ തണുപ്പടിക്കുമ്പോൾ എന്തോ മാതിരി. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത് തന്നെ. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുക, ഇവിടെ എന്തിനാ ഈ ഗ്ലൗസൊക്കെ ഇട്ടിക്കണേന്ന്. അതെനിക്ക് വിഷയമല്ലല്ലോ. എനിവേസ് അവള് കേട്ട് ഓഫീസിലെത്തിയ ആദ്യം ഞാൻ ചെയ്യാൻ പരിപാടി ഇതാണ് കേട്ടോ. കൈ എഴുതണം. എനിക്ക് എന്തോ മാതിരി നമ്മൾ ട്രെയിനിലൊക്കെ പോയിട്ട് കുറേ ഈ സോപ്പ് കുറച്ചിട്ട് എനിക്ക് ഈ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേ എൻ്റെ തൊട്ടിരിക്കുന്ന കുട്ടിക്കൊക്കെ സിക്കുമ്പോഴായിരുന്നു. സോ ഐ ഫീൽ വെരി അൺകംഫർട്ടബിൾ. അത് ഞാൻ നേരെ കയറി വരെ ബാത്റൂമിലേക്കാണ് കേട്ടോ. എല്ലാവരും ഇതെന്താണ്. പക്ഷെ എനിക്ക് കോവിഡ് ആ ഒരു ഫിയറിന് ശേഷം ഇപ്പോഴും ലൈക്ക് ബാക്ക് ടു ഓൾഡ് സെൽഫ് ആയിട്ടില്ല. ഞാനിപ്പോഴും നല്ല ഇപ്പോഴും ഞാൻ മാസ്ക് വയ്ക്കും. കൈ വാഷിങ്, ഹാൻഡ് സാനിറ്റൈസർ, പരിപാടികൾ ഞാൻ ഇനി നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഓഫീസിൽ വന്നാൽ സ്പെഷ്യലി നമ്മളിങ്ങനെ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പോയിട്ട് വല്ല പണിയെടുക്കട്ടെ ഞാൻ.
നമ്മുടെ ഓഫീസിലിപ്പോൾ ഹോട്ട് ഡെസ്കിങ് സിസ്റ്റമാണ്. അതായത് നമുക്കൊരു സ്പെസിഫിക് സീറ്റൊന്നുമില്ല, എവിടെയാണോ അവൈലബിൾ അവിടെ കയറി ഇരുന്നിട്ട് പണി തുടങ്ങാം. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു സ്പോട്ട് ഞാൻ കണ്ടു. ഇന്ന് പതിവില്ലാണ്ട് കുറേ തിരക്കുണ്ടായിരുന്നു ഓഫീസിൽ. കുറേ ഇൻറ്റർസ്റ്റേറ്റിൽ നിന്നും ഒക്കെയുള്ള ബ്രാഞ്ചിൽ നിന്ന് കുറേ സ്റ്റാഫ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ഡേ ആണ്. ഭാഗ്യത്തിന് കമ്പ്യൂട്ടറൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എന്തോ വിൻഡോസിൻ്റെ ഒരു അപ്ഡേറ്റ്, അത് റീസ്റ്റാർട്ട് ആയിക്കോട്ടെ വിചാരിച്ചു. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഫുഡ് അടിക്കാമല്ലോ. നമ്മുടെ ഓഫീസിലിപ്പോൾ പുതിയ വന്ന ഒരു മെഷീനാണ് അത് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കാം. ഫ്രീ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ നോക്കുക എന്നല്ലാണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കണ്ടില്ലേ, നമുക്ക് ഫ്ലേവർ സെലക്ട് ചെയ്യാം, ഇൻറ്റൻസിറ്റി സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിൽ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. തൽക്കാലം നമുക്ക് അവിടെ ഓഫീസിലൊരു ബാരിസ്റ്റ ഉണ്ട്, അതായത് കോഫി ഉണ്ടാക്കി തരുന്ന ഒരു ചേട്ടൻ. മൂപ്പര് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഞാനൊരു മോക്ക, ഇങ്ങനത്തെ ഒരു പ്രോട്ടീൻ ബാർ വിത്ത് ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് ഒരു ചോക്ക് ഫഡ്ജ് ഹണി കോമ്പുള്ള ഒരു യോഗട്ട്, ഇത്രയാണ് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ആർത്തിമൂത്ത് ഞാൻ എടുക്കണം കേട്ടോ. പുറത്ത് തണുപ്പാണെങ്കിലും അകത്ത് വോമായിട്ട് ഇങ്ങനെ പുറം ലോകം കണ്ടിരുന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ വന്ന് നമുക്ക് ഇങ്ങനെ സോഫയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇരുന്നിട്ട് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ആസ്വദിച്ചു കേട്ടോ. എന്തായാലും അവിടെ വിൻഡോസ് അപ്ഡേറ്റ് ആവുകയാണല്ലോ. തിരിച്ചെത്തി, ഇനി കുറച്ച് നമുക്ക് പണികളൊക്കെ ചെയ്തു തുടങ്ങാം. ഓൾറെഡി എനിക്ക് ക്ഷീണമായിട്ടോ, വിശന്ന് തുടങ്ങണോ. കഴിച്ചു, ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചുള്ളൂ. പക്ഷേ എന്നാൽ ലഞ്ച് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അധികം എൻ്റെ വയറ് നടക്കണില്ല കേട്ടോ. നമുക്കിവിടെ ഓഫീസിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. നമുക്ക് എന്താ ഒരു പരിപാടി ഇവിടെ ഇല്ല വെച്ചാൽ മസാജസ്. ഓരോ ദിവസങ്ങളായിട്ടാണ് അവർ വരിക. പ്രൊഫഷണൽ മസാജേഴ്സ് വന്നിട്ട് നമ്മളെ മസൂസുകളാണ് അവരിങ്ങനെ ഉഴിഞ്ഞ് ഈ പാത്തിയിലിട്ട് എണ്ണിട്ട് ഉഴിയണ ആ സംഭവമല്ല, ജസ്റ്റ് നോർമൽ ബോഡി മസാജസ് ചെയ്ത് തരുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് സ്റ്റാഫിനൊക്കെ ആക്സസ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാട്ടോ. അപ്പോൾ ഇവിടെ ഓഫീസിനകത്ത് ഈ മസൂസുകാർ പ്രൊഫഷണൽ വൺസ് തേക്കാം, അവരുടെ ഫുൾ സെറ്റപ്പായിട്ട് വന്ന് ഉഴിഞ്ഞ് തരും കേട്ടോ നമുക്ക്. ആൻഡ് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര എനർജിയും ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ബുക്ക് ചെയ്യുക വേണ്ടോ ഏത് സ്ലോട്ടാണ് നമുക്ക് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടിരുന്നു. രാവിലെ വന്നപ്പോൾ തന്നെ ഒന്ന് കുറച്ച് ഉഴിയട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ഉഴിച്ചൽ പരിപാടിക്ക് ഇനി പോവുകയാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ ഓഫീസിൽ വന്ന് എൻ്റെ പണി നടക്കൽ കുറവാണ്, ബിക്കോസ് ഇങ്ങനത്തെ ഓരോ പരിപാടികളായിട്ടാണ് ഞാൻ നടക്കാറ്. ബട്ട് എൻ്റെ സ്ലോട്ടിൻ്റെ ടൈം ആവാറായി. ഞാൻ പോയി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ കേട്ടോ. ആക്ച്വലി ഞാൻ പറ്റിങ്ങ് കാണിച്ചു തരാം. അറിയില്ല എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ, എടുക്കാൻ സമ്മതിക്കുമോ അവർ, എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ തന്നെ ഉഴിച്ചിൽ തന്നെ കാണിക്കാൻ പോകുള്ളൂ. അവിടെ ഒരുത്തന്നെ അവിടെ കടന്ന് ഉഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് എൻ്റെ ടേണാണ്. മ്യൂസിക്കൊക്കെ വെച്ച് നല്ല ഭയങ്കര റിലാക്സിങ് ആ സംഭവം കേട്ടോ. സോ ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ റെക്കോർഡ്. പറ്റി വെച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ. Give it a try. Is it okay? A bit down. A bit down. Okay. Really short. Me too. Yeah, this is perfect. This is perfect. Yes. Okay. Yeah. Okay, and you can put your arms here. What areas you feel sore, tight? Neck and back. Neck Yes. and lower back. Yes. Okay. ഇങ്ങനെ കുറേ മസൂസുകാർ വന്നിട്ട് ഓരോ ബോർഡ് റൂംസിൽ കയറിയിട്ടാട്ടോ നമ്മുടെ മസാജസ് ഒക്കെ നടത്തുക. എനിക്ക് കിട്ടിയ ഈ ചേട്ടൻ നല്ല അടിപൊളി ചേട്ടനായിരുന്നു. എന്നോട് വീഡിയോ എടുത്തോ മോളെ, നിങ്ങളുടെ ചാനലിന് തന്നെയല്ലേ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സോ പറഞ്ഞത് കേട്ടുമല്ലോ. അവർ ചോദിക്കും എവിടെയാണ് സ്പെസിഫിക്കലി നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നെക്കും ലോവർ ബാക്കിനാണ് യൂഷ്വലി എപ്പോഴും പ്രശ്നങ്ങൾ തോന്നാറ്. അപ്പോൾ അവിടെയാണ് ഫോക്കസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കണ്ടാൽ തോന്നില്ല, ബട്ട് നല്ല പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് ഫിംഗേഴ്സൊക്കെ കൊണ്ട് അയാൾ കറക്റ്റായിട്ട് എവിടെയാണോ നമുക്ക് നോട്ട്സ് ഉള്ളത് അതൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു മസാജ് നടക്കുക. ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ടോ ഇവിടുന്ന് ഇറങ്ങുക. ഇറ്റ്സ് വെരി റിലാക്സിങ്. നല്ല മ്യൂസിക് ഇടും. പിന്നെ നമ്മളോട് ചോദിക്കും എന്തെങ്കിലും ഒരു സ്പ്രേ യൂസ് ചെയ്യണോ, ലൈക്ക് എനർജി അല്ലെങ്കിൽ പോസിറ്റിവിറ്റി, എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മുടെ മൈൻഡിന് ആക്കാനുള്ള ടൈപ്പ് ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സ്പ്രേ ഒക്കെ അടിക്കും. സോ ഇറ്റ്സ് എൻ ഓവറോൾ എക്സ്പീരിയൻസ് ആൻഡ് യു ആർ നോട്ട് ഹാവിങ് ടു ഗോ എവിടേക്കും പുറത്തൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ ഓഫീസിലുള്ള സമയം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. സോ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ് കേട്ടോ. ആൻഡ് ഞാനിങ്ങനെ അതിശയിച്ചു,
അത്രയ്ക്ക് വലിയ ഫിസിക്കലി വലിയ ഒരാളൊന്നുമല്ല, ബട്ട് എന്ത് സ്ട്രെങ്ത്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക എന്ന് ഞാൻ എപ്പോൾ ഈ മസാജ് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു മോർ ദാൻ 9 years ആയി ഞാൻ ഈ കമ്പനിയിൽ ഇവിടെ എപ്പോഴും ഞാൻ ചെയ്യണ സംഭവമാണ്. ആൻഡ് ഇറ്റ്സ് വെരി എഫക്റ്റീവ്. നമുക്ക് ഡെസ്ക് ജോബ്സൊക്കെ അല്ലേ, അപ്പോൾ ഇറ്റ്സ് വെരി ഈസി. നമ്മുടെ ബോഡി അതുകൊണ്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഫ്യൂച്ചറിൽ വരാൻ ഇറ്റ്സ് വെരി കോമൺ ആൻഡ് ഈസി, എസ്പെഷ്യലി ഡെസ്ക് ജോബ്സ് ഉള്ളവർക്ക്. അപ്പോൾ ദിസ് ഐ ഫൈൻഡ് ഇറ്റ്സ് എൻ അമേസിങ് പെർക്ക്. കുറേ കമ്പനീസ് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ അക്രോസ് ദ കൺട്രി. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഫഷണൽ ഓഫീസ് സ്പേസുകളിൽ വന്ന് ചെയ്യണ മസൂസ് കമ്പനീസ് തന്നെ കുറേ ഉണ്ട്. ഇറ്റ്സ് വെരി റിലാക്സിങ്. സോ ഐ റിയലി എൻകറേജ് ഡെസ്ക് ജോബ്സ് ഇൻ പർട്ടിക്കുലർ ഉള്ളവർക്ക് കഴുത്ത് ആൻഡ് ബാക്കിന് ഈ ഒരു സംഭവം ചെയ്യാം കേട്ടോ. ബിക്കോസ് ബൈ ദി എൻഡ് ഓഫ് ഇറ്റ് വി ഫീൽ absolutely relaxed. Oh, that was so good. Thank you, Kwan. No problem. Very relaxed. Awesome. Thank you very Contact corporate bodies. Cheers. Cheers. Have a good day. You too. എന്ത് സുഖമാണ്. ഇത്ര ചെറിയ മനുഷ്യന് എത്ര ശക്തി ഉണ്ട് നമുക്ക് തോന്നില്ല കേട്ടോ. പക്ഷെ അവർ കറക്റ്റ് പ്രഷർ പോയിൻറ്റ്സ് ഒക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് വേദന എടുക്കും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കുള്ളൊരു സുഖം ഉണ്ടല്ലോ. എനിക്ക് നടുവൊക്കെ ഭയങ്കര ഉഷാറ്. ഇത് മസാജ് ചെയ്യണവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വ്യത്യാസം. ഇത് നമുക്ക് എവിടെയും പോകണ്ട, ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യാൻ കിട്ടുമ്പോഴേ വലിയ സൗകര്യമാണ്. സോ യാ, ഫീലിംഗ് സോ റിലാക്സ്ഡ്. എൻ്റെ ഇടയിലൊക്കെ ഞാൻ എൻ്റെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു എൻ്റെ കഴുത്ത് പിടിച്ചിട്ട് കുടക്കാട്ട് കടലിയൊക്കെ പിടിച്ച് ഞെക്കി. ബട്ട് ഇറ്റ് വാസ് റിയലി കംഫർട്ടബിൾ കേട്ടോ. ഇന്നിവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. കുറേ പേരുടെ ഈ പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കില്ലേ, ആ സംഭവം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ചെത്തു സ്റ്റൈലിൽ ഹെയർ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിക്കുന്നു. ഞാനാണെങ്കിൽ ഫുൾ പിച്ചക്കാരിയെ പോലെ ഉണ്ട് ഇവിടെ കണ്ട. കുറച്ച് നാളെ ഞാൻ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണം. ഇന്നിപ്പോൾ ഏതായാലും ചെയ്യാം. ഞാനിപ്പോൾ എടുക്കുന്നത് മാംഗോ ഫ്ലേവറിൽ ഒരു ഇത്തിരി എക്സ്ട്രാ മാംഗോ ഫ്ലേവറൊക്കെ ഉള്ള ഐസൊന്നും ഇടാത്ത ഈ ഒരു സ്പാർക്ലിംഗ് വാട്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഒരിക്കലും ഉണ്ടാക്കാത്തതുകൊണ്ട് എനിക്കത് അറിയില്ലായിരുന്നു ഇതെന്താ സംഭവം എന്ന്. അവിടെ അങ്ങനെ ഞെക്കി പിടിക്കണമായിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു. ഫൈനലി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അസിസ്റ്റൻസ് വേണ്ടി അവളാണ് പറഞ്ഞത് ഞെക്കിപ്പിടി അപ്പോഴേ വരൂ. ഗ്ലാസ് അവിടെ കൊണ്ട് വെച്ചിട്ട് വരില്ല, ആ ഹോൾഡ് ടു പോറില്ല, അവിടെ ആ സ്ക്രീനിൽ ടച്ച് ചെയ്താലേ സാധനം വരൂ. That's okay. But if you wanted to continue, you can right. if you want to. Yeah, okay, cool, perfect. ആരും കാണണ്ട, വലിയ സാധനമൊന്നുമില്ല. ഇതാണോ മാംഗോ? ഇതെന്തോ ആണല്ലോ ഈശ്വര. വെറുതെ കിട്ടണതും പോരാ, കുറ്റം പറയണം. വൃത്തികെട്ട ആ സാധനം കുടിച്ചിട്ട് എൻ്റെ വായുടെ രുചി പോയിട്ടോ. ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കണ്ട, കുറച്ചൊരു സോൾട്ടഡ് കാരമലിൻ്റെ ഒരു പ്രോട്ടീൻ യോഗട്ട് അങ്ങോട്ട് എടുത്തു കേട്ടോ. വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ, ഏതായാലും ജോലി ചെയ്യണം. അപ്പോൾ പിന്നെ കുറച്ച് ഫുഡാവാം. എന്താ അറിയോ, തണുപ്പായതുകൊണ്ടാട്ടോ. എനിക്ക് എപ്പോഴും തോന്നും തണുപ്പ് കാലമായി എനിക്ക് വല്ലാത്ത വിശപ്പാണ്. അപ്പോൾ ഈ സാധനം കഴിച്ചപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ജോലിയൊക്കെ ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു ലഞ്ചാണ്. അപ്പോൾ വെറുതെ ഇരിക്കേണ്ട വെച്ചിട്ട് ഞാൻ എൻ്റെ മെനു ഒക്കെ ഒന്ന് നോക്കുക, എന്താണ് കഴിക്കാൻ പോകണേ ഉച്ചയ്ക്ക് എന്ന് അറിയണമല്ലോ. 9 കോഴ്സിൻ്റെ ഈ ഒരു മീലായിരുന്നു കേട്ടോ നമ്മളിന്ന് കഴിക്കാൻ പോണത്. കിടിലൻ സംഭവമായിരുന്നു. ബോബ് ആൻഡ് ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് സിഡ്നിയിൽ. അതായത് നമ്മൾ ഫുൾ ഗ്യാങ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 10-12 പേരുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. കിടിലൻ സാധനങ്ങളാണ്. സ്റ്റാർട്ടേഴ്സ് ഇതാ ബ്രെഡ് വിത്ത് ഓലിവ് ഓയിൽ വന്നു, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, ഇത് റോസ്റ്റ് ക്യാപ്സിക്കം ആയിരുന്നു, പിന്നെ ഇത് ട്യൂണ, എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ കേട്ടോ. ഞാൻ ഇതൊക്കെ കൂടി ഇറക്കാൻ വേണ്ടിയിട്ടൊരു റാസ്ബെറി ഡ്രിങ്കും കൂടെ പറഞ്ഞു. ഇത് സുക്കീനി ഫ്ലവേഴ്സ് സ്റ്റഫ്ഡ് വിത്ത് ചീസായിരുന്നു. സ്പാച്ച് കോക്ക് ഉണ്ടായിരുന്നു. ഇത് നല്ല കിടലുണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഇഡ്ഡലിയിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായത്. പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ റിബായി ഉണ്ടായിരുന്നു, സ്റ്റേക്ക് ഇതും ഉണ്ടായിരുന്നു. പിന്നെ ദെൻ ദെയർ വാസ് റോസ്റ്റഡ് പൊട്ടാറ്റോസ് വിത്ത് സം സാലഡ് വിച്ച് വാസ് നൈസ്. ആൻഡ് ടു എൻഡ് ഇറ്റ് വാസ് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ഡെസേർട്ട്. തണുപ്പത്ത് ഓഫീസ് പോയതിന് ഏതായാലും ഒരു പ്രയോജനമായി. ഫുഡൊക്കെ അടിപൊളിയായി. പിന്നെ അവിടുന്ന് നേരെ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാം കേട്ടോ. ഫുഡ് അടിച്ചിട്ട് 9 കോഴ്സ് മീലായിരുന്നു കേട്ടോ. തളർന്നു ഞാൻ. മേലെ നീ പണിയെടുക്കാൻ വയ്യ. ഞാൻ അവിടുന്ന് പിന്നെ ഇറങ്ങി. ഡെസേർട്ടും കൂടെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി വീട്ടിലേക്ക്. അവിടെ ഞാൻ കെൽവിൽ തിരിച്ചു എത്തി കേട്ടോ. മെട്രോയിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. എനിക്കിനി പോയിട്ട് ആദ്യം സാനുവിനെ എടുക്കണം. അവൾ ആഫ്റ്റർ സ്കൂൾ കെയറിലൊന്ന് ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പോയി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സാഷുമാനെ ഡേ കെയറിന് പോയി എടുക്കണം. എന്നിട്ട് വേണം വീട്ടിൽ പോയി പിന്നെ രാത്രിത്തെ പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. സോ കണ്ടാൽ തോന്നും, കണ്ടോ രാത്രി ഇന്ന് 5:30 ആയിട്ടില്ല കേട്ടോ.
വിൻ്റർ തുടങ്ങിയപ്പോഴേ ഇപ്പോൾ ഇങ്ങനെ വേഗം ഇരുടാവുമല്ലോ. ഓ കിതക്കണു, തണുപ്പ് കാരണം. ഓക്കെ, ഞാൻ വണ്ടി കയറട്ടെ. പിള്ളേരെ എടുത്ത് വീട്ടിൽ വന്ന് ഫ്രഷായി ചെറുത് അവിടെ കളി തുടങ്ങി കേട്ടോ. ഇതിൻ്റെ പുതിയ വികൃതികൾ ഇതൊക്കെയാണ്. അങ്ങനെ ചാടണം, അത് സോഫ ആയാലും ബെഡായാലും എന്തിലാണെങ്കിലും ഒന്ന് പോയി ചാടി കളിക്കണം കേട്ടോ. പിള്ളേരുടെ കൂടി നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. ജമ്പി ജമ്പി ചെയ്ത് ടയർഡായോ? ഓ മൈ ഗോഡ്, ലോങ് ഡേ. രാവിലെ നേരത്തെയും കൂടെ എണീറ്റട്ടെ. ഞാൻ പിക്ചർ എടുക്കണം. ഡേ കെയറിന് വന്ന എന്റെ വാശിയാട്ടോ. ഇപ്പൊ കിട്ടുമായിരുന്നു എന്റെ ഇഷ്ടമില്ലെങ്കിൽ അമ്മ അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ടയർഡായിട്ടോ, ഭയങ്കര ക്ഷീണം. രാവിലെ നേരത്തെ നീറ്റ് എൻ്റെ ഒരു ഉറക്കപ്പിച്ച്, പിന്നെ ഫുഡടി ജോലി എൻ്റെയൊക്കെ വേറെ ഒരു ഉറക്കപ്പിച്ച് ക്ഷീണം. ഇത് ഡേ കെയറിൽ നിന്ന് ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ഒരു എക്സ്ട്രാ വാശിയുണ്ട് കേട്ടോ. ഫാനു കുളിച്ച് മേളിലിരുന്നിട്ട് ഹോംവർക്ക് ഫിനിഷിംഗ് ഒക്കെയാണ്. അവിടെ മേളിൽ അപ്സ്റ്റേഴ്സിൽ ഇരിക്കുന്നുണ്ട്. സാമ്പാർ കുറച്ചിരിക്കണ്ടായിരുന്നു. എന്തെങ്കിലും വെച്ചു കൊടുക്കാം. പറഞ്ഞ മാതിരി കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയതിരിക്കണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓഫീസിലൊക്കെ പോയി വരുന്ന ദിവസം ലേറ്റാവും, പിള്ളേരെടുക്കൽ, പിക്കിങ് തന്നെ. എനിക്ക് ആകെ ടെൻഷനായി പോയി. ഞാൻ ലേറ്റാവോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഓടിക്കണ്ടായിരുന്നു. സാധനമാണെങ്കിൽ എന്നെ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുക, അമ്മ വേറെയ്യൂ. ഇരുടാവും തോറും അവളുടെ വിചാരം രാത്രി പാതിരി അമ്മ എന്താ വന്ന് എടുക്കാത്തതെന്നൊക്കെയാണ്. കാരണം അവൾ ആഫ്റ്റർ സ്കൂൾ കെയറിലായിരുന്നു, സാഷു ആണെങ്കിൽ ഡേ കെയറിലായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളും കൂടെ ബാക്കി ഉണ്ടായതുള്ളൂ ഡേ കെയറിൽ. ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക്. സോ ഷീ വാസ് ഓൾസോ വെരി അപ്സെറ്റ്. അമ്മ എവിടെ, അല്ലെങ്കിൽ യൂഷ്വലി ഞാൻ വേഗം എടുക്കണേയാണല്ലോ. വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസമാകുമ്പോൾ ഒരു 4:30 കഴിഞ്ഞാൽ എനിക്ക് വേഗം പോയിട്ട് അവളെ എടുക്കാൻ ചെറുതിനൊക്കെ. ഞാൻ വീട്ടിലുള്ള ദിവസമാകുമ്പോൾ സാധനവും ആഫ്റ്റർ സ്കൂൾ കെയറൊന്നും ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് റിയലി കൺവീനിയൻറ്റ്. ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണത്. വർക്ക് ഫ്രം ഹോം ആണ് ഐ ഫീൽ കോവിഡ് കൊണ്ട് ഉണ്ടായ ഒരു വലിയ പ്രയോജനം. ദാറ്റ് ബിക്കെയിം എ പാർട്ട് ഓഫ് ലൈഫ്. കുറേ കമ്പനീസിന് അതല്ലാണ്ട് നിവൃത്തിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നല്ലോ. അങ്ങനെയാണല്ലോ ഈ സംഭവം തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് ഫ്ലെക്സിബിലിറ്റി ഒരു സംഭവമായിട്ട് മാറിയത്. ഇൻഫാക്റ്റ് ആ ഒരു സർക്കംസ്റ്റാൻസസ് നിന്ന് മാറിയിട്ട് എങ്ങനെയാ 5 days a week ഫുൾ ടൈം ഓഫീസിൽ പോയിരുന്നേ ഞാനിപ്പോൾ ആലോചിക്കാം കേട്ടോ. ഐ ഡോണ്ട് നോ ഹൗ ഐ മാനേജ്ഡ്. ബിക്കോസ് ഇപ്പോൾ എനിക്ക് ഈ ഫ്ലെക്സിബിലിറ്റി ഇല്ലാച്ചാൽ ഐ ഡോണ്ട് നോ വാട്ട് ഐ വുഡ് ഹാവ് ഡൺ. ഓഫ് കോഴ്സ് പ്രീ കോവിഡ് സാഷു ഇല്ലായിരുന്നു. സാഷു ഒരു കോവിഡ് ടൈം ബേബിയാണ്. 2022 അവൾ ജനിച്ചത്. സോ ഷീ വാസ് നോട്ട് ദെയർ പ്രീ കോവിഡ്. അപ്പോൾ ഒരു കുട്ടീൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും യുനോ എസ്പെഷ്യലി ഐ ഫീൽ ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരു പേരൻറ്റിനെങ്കിലും ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇഫ് യു ആർ ഹാവിങ് കിഡ്സ്, ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. നമുക്ക് അതുകൊണ്ടുള്ള ഫ്ലെക്സിബിലിറ്റി കുറച്ചൊന്നുമല്ല. ആൻഡ് ഐ തിങ്ക് വി ഹാവ് ടു ബി താങ്ക്ഫുൾ. ആ ഒരു ഓപ്ഷൻ ഉള്ളവർ വി ഹാവ് ടു ബി വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ബിക്കോസ് അതില്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ഐ വുഡ് ഹവ് മാനേജ്ഡ്. എനിക്ക് ശരിക്കും എനിക്ക് ജോലി വിടേണ്ടി വന്നേനെ, അല്ലെങ്കിൽ പാർട്ട് ടൈം ആവേണ്ടി വന്നേനെ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് അതർ ഓപ്ഷൻസ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ദെൻ ഫിസിക്കലി ഡ്രെയിനിങ് കൂടിയാണ്. നമ്മൾ ട്രാവലിംഗ്, പിന്നെ വന്ന് കുട്ടികളെ പിക്കിങ്, വീട്ടിലെ കാര്യം. ഇറ്റ്സ് നോട്ട് ഈസി. സോ ഐ എം ഗ്ലാഡ് ദാറ്റ് ദൈവം അങ്ങനത്തെ ഒരു സംഭവം കോവിഡിന് ശേഷം മനുഷ്യന്മാർക്ക് കൊടുത്ത ഒരു സംഭവമാണ് വർക്ക് ഫ്രം ഹോം. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ട്ടോ. പറഞ്ഞ മാതിരി ചോറ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കുക്കറിൽ. സാമ്പാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വീക്കെൻഡല്ല ആക്ച്വലി 2 ദിവസം മുന്നേ വൈകുന്നേരം ജോലിക്ക് ശേഷം ഞാൻ കുറച്ച് ബീഫ് ഇങ്ങനെ വരട്ടാനൊക്കെ വേണ്ടിയിട്ട് പുരട്ടി ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക വേണ്ടു. സോ ദാറ്റ് വിൽ നോട്ട് ടേക്ക് ടു ലോങ് ട്ടോ. കഴിക്കണതിന് മുമ്പൊന്ന് വേഗമാക്കി എടുക്കുക വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമുണ്ട്, അതുകൊണ്ട് ഒരു സമാധാനം. ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങണം കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട്. ബിക്കോസ് എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നേരത്തെ എണീക്കില്ല, ഏർലി മോർണിംഗ് മീറ്റിങ്സ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ കുറച്ച് 2-3 കാര്യങ്ങളൊക്കെ വന്ന് ഐ ഹാവ് നോട്ട് സ്ലെപ്റ്റ് വെൽ ഇൻ എ വൈൽ. അപ്പോൾ എൻ്റെ കണ്ണിലൊക്കെ കാണുമ്പോൾ എൻ്റെ ക്ഷീണം അറിയണുണ്ട്. സോ ഐ റിയലി വോണ്ട് ടു സ്ലീപ്പ് ഇന്നെങ്കിലും കേട്ടോ.
ഓൾറൈറ്റ്, ചെറുതിന് ആദ്യം ഭക്ഷണം കൊടുക്കട്ടെ. ഈ അരിയൊക്കെ ഒന്ന് ചോറ് വാർത്ത് പിള്ളേർക്കൊക്കെ ഒന്ന് ഭക്ഷണം കൊടുക്കണം. ആക്ച്വലി സാനൊന്നും ഈ ബീഫ് ഇങ്ങനത്തെ എരിവുള്ള സാധനമൊന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഉപ്പേരി മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കുക ചോറ്. ചെറുത് കുറച്ച് ദിവസമായിട്ട് ചോറ് കഴിക്കണമില്ല. സോ അവൾക്ക് എന്തെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കണം. ഓക്കെ, ഡേ ഇസ് സ്റ്റിൽ നോട്ട് ഓവർ. നമുക്ക് സാശുവിൻ്റെ ഡേക്ക് ആയിരുന്നു ഒരു ആപ്പ് ഉണ്ട്. അതിൽ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്തേ, എന്തൊക്കെ കഴിച്ചു, എപ്പോൾ ഉറങ്ങി ഒക്കെ കാണാൻ പറ്റും, ഫോട്ടോസും വീഡിയോസും ഒക്കെ. അപ്പോൾ ഇന്നത്തെ ആ ആപ്പിൽ ഞാൻ കണ്ടിരുന്നു ഇവൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു ഇത് വേഗം കിടന്ന് ഉറങ്ങുന്നു. പ്രതീക്ഷിച്ച പോലെ സോഫയുടെ അടിയിൽ തന്നെ കിടന്നത് വേഗം ഉറങ്ങിപ്പോയി ഡോളിനും പിടിച്ചിട്ട് കേട്ടോ. ഭാഗ്യം ഞാൻ അതിന് മുമ്പ് അതിന് കുറച്ച് സാൻഡ്വിച്ചെങ്കിലും ഒന്ന് കഴിപ്പിച്ചിരുന്നു. സാനുവിന് നോക്കിയപ്പോൾ അവൾക്കും ഉറക്ക ക്ഷീണം. ബിക്കോസ് എല്ലാ കുട്ടികളും ടയേർഡായി, ഇന്ന് ലേറ്റായി, പിക്കപ്പും വീട്ടിലെത്തിയതും കുട്ടികൾ ടയേർഡായി. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ കിടന്നിട്ട് ഉറക്ക ക്ഷീണത്തിലാണ്. എന്നാലും നമുക്ക് കുറച്ച് ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. സാനു പറഞ്ഞു അവൾക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, പിസ്സ വേണമെന്ന്. സുനിലും എത്തിയിട്ടുണ്ട് കേട്ടോ ഓഫീസ് വിട്ടിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, കുട്ടികൾക്ക് മാത്രമുള്ള പിസ്സയും കുറച്ച് ഗാർലിക് ബ്രെഡൊക്കെ ഓർഡർ ചെയ്തു. സാഷിമ പക്ഷെ ഉറങ്ങിപ്പോയി. ബട്ട് സാനുവിനെ ഞാൻ ഉണർത്തി പിടിച്ച് വെച്ചിക്കുക കേട്ടോ. ഊബർ ഈറ്റ്സ് ആണ് ചെയ്തത്, ക്രസ്റ്റ് എന്നാണ് വാങ്ങിയത്. അവൾക്കുള്ള കിഡ്സ് പിസ്സയും ഗാർലിക് ബ്രെഡും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വലിയ ശല്യമില്ലാണ്ട് അവൾക്ക് കഴിച്ചോളും. അതുകൊണ്ട് നിർബന്ധിക്കൊന്നും വേണ്ട, അതിരുന്ന് കഴിച്ചോളും. അതുകൊണ്ട് പിന്നെ സാരല്ലേ പൊട്ടച്ചിട്ടാട്ടോ അത് ഓർഡർ ചെയ്തേ. നമുക്ക് ബട്ട് ഹൗഎവർ സാമ്പാറും ചോറൊക്കെ ഉള്ളതുകൊണ്ട് ബീഫും ഒക്കെ ആക്കാൻ ഞാൻ വെച്ചിക്കല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കണില്ല, നമുക്ക് വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കാൻ കേട്ടോ. ഞാനും സുനിലും കൂടി വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എത്ര ടയേർഡാണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. സാനു ഇത് അവിടെ ഇരുന്ന് കഴിക്കണു. ആൻഡ് ദ ഗുഡ് തിങ് ഈസ് എനിക്ക് ഇവിടെ നിന്നിട്ട് ടി വിയും കാണാം, അറ്റ് ദ സെയിം ടൈം ഫുഡും ഉണ്ടാക്കാം. എത്രയും പെട്ടെന്ന് ഇനി ഒന്ന് കഴിക്കുക, കിടക്കാം. കഴിഞ്ഞു ഗൈസ്, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. വിൻ്ററിലുള്ള ഒരു തണുത്ത് വെറുങ്ങലിച്ചൊരു ദിവസത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയിൽ. നേരം രാത്രി 10 മണിയാവണു. ലേറ്റായി. ഇന്ന് ഓഫീസിൽ പോകുന്ന ദിവസമൊക്കെ അങ്ങനെ കേട്ടോ. ഒന്നും അങ്ങോട്ട് സമയത്തിന് ചടപടയെന്ന് അങ്ങോട്ട് ആവാമൊന്നും പറ്റില്ല. എന്നാലും പറ്റണത്രയൊക്കെ ചെയ്തു കുക്കിംഗ് പരിപാടികളൊക്കെ. വിൻ്ററാകുമ്പോൾ ബീഫ് കഴിച്ചാൽ കുറച്ച് ബോഡിക്കൊക്കെ ഒരു വാംത്ത് കിട്ടുമെന്ന് പറയുമല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ബീഫൊക്കെ ഉണ്ടാക്കണേ. ഐ തിങ്ക് വി ഡോണ്ട് നീഡ് എ ലോട്ട്, ലൈക്ക് മേ ബി once a month മാക്സ്, അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ലൈക്ക് അതും നമ്മൾ ഒരു പ്രാവശ്യം മാസത്തിൽ വാങ്ങിയാലും അതിങ്ങനെ കുറേ ദിവസമായിട്ടാണ് കഴിക്കുള്ളൂ. സോ വി ഡോണ്ട് നീഡ് ലൈക്ക് ലാർജ് ക്വാണ്ടിറ്റീസ്. സോ അതുകൊണ്ട് ബോഡിക്ക് ഹീറ്റ് അതുകൊണ്ട് കുറച്ചും കൂടെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അത്രയൊന്നും കഴിച്ചാൽ ചിലപ്പോൾ മതിയാവില്ലായിരിക്കും. ഈ തണുപ്പത്തുനിന്ന് റെസിസ്റ്റൻസ് കിട്ടാണ്ടോ. വീട്ടിലിപ്പോൾ ഏതായാലും നമ്മൾ എ സി ഒക്കെ വാമാക്കി ഇട്ടിട്ടാണ് ഇരുത്തണേ. എന്നാലും തണുപ്പത്ത് നമുക്ക് ബോഡിക്കൊരു, എനിക്ക് കേട്ടോ, ഐ ഡോണ്ട് നോ, ഇവർക്ക് വേറെ 3 പേർക്കും ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അത് കണ്ടോ, സോക്സും കണ്ട്, സോക്സ് നല്ല സെറ്റപ്പും വേണം എനിക്ക്. എന്നാലും എനിക്കൊന്ന് സർവൈവൽ മോഡിലെങ്കിലും ജീവിക്കാൻ പറ്റും കേട്ടോ, അണ്ടിൽ ദ പീക്ക് വിൻ്റർ ഇസ് ഓവർ. എനിവേസ്, ഈ ഒരു ദിവസം കഴിഞ്ഞു. സാനുവിനെ കിടത്തിയിട്ടുണ്ട്. നാളെ സ്കൂളുണ്ട്. നാളെ അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ ഇന്ന് വീഡിയോയുടെ സ്റ്റാർട്ടിൽ കണ്ട ആ വൃത്തികെട്ട അലാം ഉണ്ടല്ലോ, അതേതായാലും എനിക്കിപ്പോൾ വയ്ക്കണ്ട. ബിക്കോസ് നാളെ എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസം നല്ല വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് അലാമൊന്നും ആവശ്യമില്ല, അപ്പോൾ അതൊക്കെ നീറ്റാൽ മതി. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട്. സോ താങ്ക് ഗോഡ് ടു ഹൂഎവർ കണ്ടുപിടിക്കൽ വർക്ക് ഫ്രം ഹോം. അങ്ങനെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ റാപ്പപ്പ് ചെയ്യാം. ബിക്കോസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ കിടക്കാൻ പോകുന്നേ ഉള്ളൂ. രാവിലെ ചെയ്ത സ്കിൻ കെയർ ഒക്കെ രാത്രി ഞാൻ ചെയ്തു. ഓൾ മൈ സിറം ആൻഡ് മോയ്സ്ചറൈസർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. And now it's just bedtime. I can't wait to sleep because it's been a long day. രാവിലെ നേരത്തെ 5 മണിക്ക് എനിക്ക് തുടങ്ങിയല്ലേ. ഓൾറൈറ്റ്, വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് മറക്കാതെ ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് ആൻഡ് എപ്പോഴും എഴുതി അറിയിക്കുന്ന മാതിരി വിശേഷങ്ങളൊക്കെ എഴുതി അറിയിക്കൂ. പിന്നെയും കുറേ വിശേഷങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് ഈ ഒരു മാസം. So there's lots of videos also coming, and keep supporting and keep watching. Until we see you in the next video, this is bye from Shruti and bye from Orkamanna. Bye guys.